LDF സർക്കാർ ഭരണപരാജയത്തിന്റെ 8 ആണ്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പന്തം കൊളുത്തി പ്രതിഷേധ മാർച്ച് നടത്തി യുവമോർച്ച. ആം ആദ്മി പാർട്ടി നേതാവിന്റെ അവസ്ഥയാവും മുഖ്യമന്ത്രിക്കെന്ന് നേതാക്കൾ പറഞ്ഞു. സെൻട്രൽ ജയിലിൽ കിടക്കാനുള്ള ദിവസങ്ങളാകും ഇനി പിണറായി വിജയന് ഉണ്ടാവുകയെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ പറഞ്ഞു. LDF സർക്കാർ അധികാരത്തിലേറിയിട്ട് ഇന്ന് 8 വർഷം തികയുന്ന സാഹചര്യത്തിലാണ് ക്ലിഫ് ഹൗസിലേക്ക് യുവമോർച്ച പന്തം കൊളുത്തി പ്രതിഷേധ മാർച്ച് നടത്തിയത്. PSCയെ നോക്കുകുത്തിയാക്കി നിയമനങ്ങൾ അട്ടിമറിക്കുകയും യുവജനങ്ങളെ വഞ്ചിക്കുകയുമാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. പിണറായി വിജയൻ രാജ്യത്തെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രഫുൽ കൃഷ്ണ പറഞ്ഞു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ. നിങ്ങൾ കേരളത്തിന്റെ ചരിത്ര താളുകളിൽ നിങ്ങൾ എഴുതി ചേർക്കാൻ പോകുന്നത്, നിങ്ങളുടെ പേരെഴുതി ചേർക്കാൻ പോകുന്നത് ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഈ പിണറായി വിജയൻ എന്നാണ് എഴുതി ചേർക്കാൻ പോകുന്നത്. രാജ്ഭവന്റെ മുന്നിൽ നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രതിഷേധം ക്ലിഫ് ഹൗസ് റോഡിൽ പോലീസ് തടഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.